ഹലോ ഗൈസ്! ഒരുമാതിരി ഈച്ച പൊതിയുന്ന പോലെ അല്ലേ വ്ലോഗിലൊന്നും മുഖം കാണിക്കുന്ന എന്തൊരു ആത്മാർത്ഥത. ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയ പിന്നെ വീടിന്റെ ഉമ്മറത്തോട്ട് ഇറങ്ങണേല് എന്റെ അമ്മയ്ക്ക് സാരി തന്നെ വേണം. പാവം അച്ചാച്ചൻ. ആണുങ്ങൾക്ക് നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ സങ്കടമാണ് ആ മുഖത്ത് കാണുന്നത്. എന്താ അത്? അതെ, നമ്മുടെ അഖില. അവൾ എന്നെ കണ്ടു കിട്ടിയതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചതാണ് ആ കണ്ടത്. ആതിര ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലെ കെട്ടുകാഴ്ചയ്ക്ക് പോയതാണേ നമ്മൾ. ഈ ടാറ്റ കാണിച്ചുകൊണ്ട് വരുന്ന സുന്ദരി കുട്ടിയാണ് ആതിര ചേച്ചിയുടെ അമ്മ. എല്ലാരും തിരിച്ചൊരു ഹായ് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ അഘോരികളാണോ അതോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ഈ സംഭവം അടിപൊളിയായിരുന്നു. നടന്നു വരുന്ന സാധനത്തിനെ കണ്ടോ? ഫോണിൽ കാണുമ്പോൾ വലിയ ഗുമ്മില്ലേലും നേരിട്ട് കാണുമ്പോൾ പേടിച്ചു പോകും കേട്ടോ. അവരൊക്കെ വീഡിയോ എടുക്കുന്ന ചേച്ചിയല്ലേ എന്ന് വന്ന് ചോദിച്ചായിരുന്നേ. അവരെ സമ്മതിക്കണം ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് തന്നെ ചൂടെടുത്ത് വയ്യ. പാവങ്ങൾ എത്ര നേരമായിട്ട് അതിന്റെ അകത്ത് ഇരിക്കുക. തീക്കളി തീക്കളി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് ഒന്നൊന്നര കളിയായിരുന്നു. അവരുടെ വായിന്നും തലയിന്നും ഒക്കെ തീ വരുന്ന കണ്ടിട്ട് എന്റെ കണ്ണീന്ന് വരെ തീ വന്നു. പിന്നെ എത്ര നേരം പിടിച്ചിരുന്നാലും നമുക്ക് തുള്ളണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തുള്ളിയേക്കണം. അത് നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടെ കട്ടയ്ക്ക് നിൽക്കുവാണെ നമ്മൾ ആരെ പേടിക്കാൻ? ലൈഫിന്റെ പകുതി മുക്കാലും ആൾക്കാർ എന്ത് വിചാരിക്കും, എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അതിനേ സമയം കാണൂ. ഇതൊക്കെ എനിക്കും ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. നാളെ ആർക്ക് എന്ത് പറ്റും എന്ന് ആർക്കും അറിയില്ല. എന്താ ഇത് ക്ലാസ്സോ? ബാക്ക് ടു നോർമൽ. അപ്പൊ ഇത്തവണത്തെ ഉത്സവം പൊടി പൊടിച്ചു. അപ്പൊ ഓക്കെ, ബൈ.